നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ഒരു അടിപൊളി ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. ബീഫ് ഉപയോഗിച്ചാണ് ഇന്ന് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. മട്ടൺ ഉപയോഗിച്ചും ചേരുവകൾ വ്യത്യാസമില്ലാതെ ഇതേപോലെ മട്ടൺ ബിരിയാണിയും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 1 കിലോ ബീഫ് ആണ്. നന്നായി കഴുകി കുക്കറിൽ ഇട്ടിട്ടുള്ള ബീഫിൽ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ഇനിയും കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഗരം മസാല 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ചേർക്കുന്നതിനായി 5 പച്ചമുളക്, വെളുത്തുള്ളി 15 അല്ലി, 1 കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ച് വച്ചിട്ടുണ്ട്. ചതച്ചു വച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കുഴച്ച് എടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ കുക്കറാണ്. അലുമിനിയത്തിൻ്റെ കുക്കർ ആരോഗ്യപരമായി അത്ര നല്ലതല്ലല്ലോ. ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇടത്തരം 6 സവാള അരിഞ്ഞു വയ്ക്കണം. അതിൽ നിന്നും പകുതി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് 20 മിനിറ്റ് കുക്കറിൽ തന്നെ മാറ്റി വയ്ക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 3.5 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 15 മിനിറ്റ് മുമ്പേ കഴുകി വെള്ളം വാർന്നു പോകുന്നതിനായി വയ്ക്കണം. എളുപ്പത്തിൽ ബിരിയാണി വയ്ക്കുന്നതിനായി അലുമിനിയം പാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റീൽ പാത്രം ലഭ്യമാണെങ്കിൽ അതുതന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുപ്പിൽ തീ കത്തിച്ച് ബിരിയാണി പാത്രം ചൂടാക്കാൻ വയ്ക്കുക. ചൂടായ പാത്രത്തിലേക്ക് 4 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്തു തുടങ്ങിയാൽ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അടുപ്പിലെ തീ നന്നായി കുറച്ചു വയ്ക്കുക. മുന്തിരി ബോൾ രൂപത്തിലാകുമ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും കോരിയെടുത്ത് മാറ്റിവെക്കുക. ഇനി നമുക്ക് അരിഞ്ഞുവെച്ച ബാക്കി സവാള കൂടി വറുത്തെടുക്കാം. മുന്തിരി വറുത്തെടുത്തതിൽ ബാക്കിയുള്ള നെയ്യിലേക്ക്
2 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുക. ഇതിലേക്ക് സവാള ചേർക്കുക. നന്നായി ഇളക്കി നെയ്യിൽ മുരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, കറുവപ്പട്ട 2 കഷ്ണം എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 ഏലക്കായ തൊലി കളഞ്ഞ് ചേർക്കുക. ഇനി തക്കോലം, 4 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ മസാലകൾ മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതായത് 3.5 ഗ്ലാസ് അരിക്ക് 5.25 ഗ്ലാസ് വെള്ളം എന്ന നിലയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം തിളച്ചു വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴുകി വച്ചിട്ടുള്ള ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണി അരി 3/4 വേവ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇതിനു മുമ്പേ തന്നെ മസാല പുരട്ടി കുക്കറിൽ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് 6 വിസിൽ വരുന്നതുവരെ കുക്കറിൽ വേവിച്ചിരിക്കണം. ബിരിയാണി അരിയിലെ വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ബിരിയാണി വച്ച പാത്രത്തിലേക്ക് വേവിച്ച് വച്ചിട്ടുള്ള ബീഫ് മുഴുവനായും ഒഴിച്ചു കൊടുക്കുക. ബീഫ് നന്നായി ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇതിനു മുകളിലേക്ക് വേവിച്ച് മാറ്റിവെച്ചിട്ടുള്ള ബിരിയാണിയിൽ നിന്നും 3/4 ഭാഗം ബിരിയാണി പരത്തി ഇട്ട് കൊടുക്കുക.
ഇതിന് മുകളിലായി ചെറുതായി അരിഞ്ഞ മല്ലിയില, വറുത്ത് വച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, അടുത്ത അടുക്കുകളിലേക്കും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. ഇനി അടുത്ത ലെയർ ചെയ്യാം. നമുക്ക് ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി എളുപ്പവിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പാത്രത്തിൽ പകുതിയോളം വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറാക്കിയ ബിരിയാണി ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് തിളച്ച വെള്ളം വെച്ചിട്ടുള്ള പാത്രം ഇതിനു മുകളിൽ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വയ്ക്കുകയും ചെയ്യുന്നു. പത്ത് മിനിറ്റിന് ശേഷം തീ കെടുത്തി പാത്രത്തിന് മുകളിലെ ചൂടുവെള്ളത്തിൻ്റെ പാത്രം മാറ്റി ബിരിയാണി പാത്രത്തിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. കൃത്യമായി വേവുള്ള നല്ല രുചികരമായ ബിരിയാണി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ബീഫ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ബിരിയാണി എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ. വേറിട്ട് നിൽക്കുന്ന അതീവ രുചികരമായ ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി സമയം കണ്ടെത്തുമല്ലോ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. തയ്യാറാക്കിയ ബിരിയാണി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. ഇത് വേറെ ലെവൽ തന്നെയാട്ടോ. മാളുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മറ്റ് സദ്യകളിൽ നിന്നൊക്കെ കിട്ടുന്ന ബിരിയാണി പോലെ തന്നെയുണ്ട്.